കിനാലൂർ എസ്റ്റേറ്റ് പറമ്പിലെ റബ്ബർ വുഡ് ഫാക്ടറിയിൽ വൻ മോഷണം. സെക്യൂരിറ്റി ജീവനക്കാരൻ അക്രമി സംഘം മർദ്ദിച്ച് അവശനാക്കി കിട്ടിയിട്ട ശേഷമാണ് ഫാക്ടറിയിലെ 12 വലിയ മോട്ടോറുകൾ കവർന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ കവർച്ച നടന്നത്. ആറംഗ കൊള്ള സംഘമാണ് കിനാലൂരിലെ റബ്ബർ വുഡ് ഫാക്ടറിയിൽ അർദ്ധരാത്രി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മോഷണം നടത്തിയത്. ഫാക്ടറിയുടെ പ്രധാന ഗേറ്റിന്റെ പൂട്ട് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചാണ് അക്രമികൾ അകത്തു കടന്നത്. ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ടി അബൂബക്കറെ സംഘം ക്രൂരമായി മർദ്ദിച്ചു. പൈപ്പ് കൊണ്ട് അടിയേറ്റ അബൂബക്കറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലവിളിക്കാതിരിക്കാൻ ഇയാളുടെ പുതപ്പ് വലിച്ചു കീറി വായിൽ തിരികെ കയറ്റിയ ശേഷമാണ് സംഘം കെട്ടിയിട്ടത്. തുടർന്ന് സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 12 വലിയ മോട്ടോറുകൾ സംഘം കവരുകയായിരുന്നു. മോട്ടറാണ് ഉണ്ടായത്. ഈ കിർലോസ്കറിൻ്റെ മോട്ടറുണ്ട്. അത് ഈ ഫാക്ടറി ആവശ്യത്തിന് ഒന്നായിട്ട് വാങ്ങി വെച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള അതിൻ്റെ ഷോറൂമിൻ്റെ അകത്ത് വെച്ചതാണ്. അത് ഇവരെടുത്തുകൊണ്ടായത്. കൊണ്ടുപോകാൻ കഴിയാത്ത 4 ഓലോടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ബാക്കി ഒരു 10-12 ഓല് വിളിച്ച് പറയുന്നുണ്ട്. 10 സ്പോട്ടാക്കിയേക്കെന്നൊക്കെ ഓല് വിളിച്ച് പറയുന്നുണ്ട്. മോഷ്ടിച്ച വലിയ മോട്ടോറുകൾ 3-4 ഘട്ടങ്ങളിലായി കാറിലാണ് സംഘം ഫാക്ടറിക്ക് പുറത്തേക്ക് കടത്തിയത്. പരിക്കേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ അബൂബക്കർ നിലവിൽ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം അറിഞ്ഞ് ബാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.